രാവിലെ ഋതുട്ടൻ അച്ചച്ചൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ജോലിയൊക്കെ ഒതുക്കുകയായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അച്ഛൻ പിന്നെ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. എന്തുവായിരുന്നു ഇന്നലെ? ഭയങ്കര കരച്ചിലായിരുന്നല്ലോ, ആരുടെ കയ്യിലും ചെല്ലുന്നില്ലായിരുന്നല്ലോ. ഇന്നലെ ഋതുട്ടിൻ്റെ രീതികളൊക്കെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. കാരണം ആൾ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, കരച്ചിലും ബഹളവും. രാത്രിയിലാണെങ്കിൽ എന്തിനാണെന്ന് പോലും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാത്രിയിലൊക്കെ ഇങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ല, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം നല്ല പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഒരുവിധം എനിക്കൊന്ന് വെളുക്കാറായപ്പോഴും 5 മണി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് ഉറങ്ങിയത്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അച്ഛൻ്റെ കയ്യിൽ പോകില്ലെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അച്ഛൻ്റെ കയ്യിൽ കുഴപ്പമില്ല, പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കുടിച്ചു കേട്ടോ. അവർ പിന്നെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് ഋതുവിന് കൊടുത്തു. ഋതുവിന് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോയത്. ടാറ്റ പറ ചേച്ചിക്ക്, ടാറ്റ. അപ്പുറത്ത് കിടപ്പ് അവിടെ ഉള്ളു. അവിടെ പോയി എത്തി നോക്കിയപ്പോ പറഞ്ഞ കിടപ്പുണ്ട്. ഞാൻ പിന്നെ അവരെ ഫോൺ വിളിച്ചിട്ട് എടുത്തു തരാൻ പറഞ്ഞു. ഋതുവിനെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ നോക്കിയിട്ട് ആള് കുളിക്കുന്നേ ഇല്ല. ഒരുവിധം ഞാൻ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ചെടുത്തു. ഒരു പാളെങ്കിലും കിട്ടിയെങ്കിൽ കിടത്തി കുളിപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ അർച്ചന ചേച്ചിയെടുത്ത് ചോദിച്ചു പാളയുണ്ടോ. അവിടെ ഇല്ല, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ട് കിടന്നത്. അവിടെ നിന്നൊക്കെ അയ്യത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. അങ്ങനെ അതൊന്ന് നൂന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട്. ഒന്ന് വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് കിടത്തുമ്പോൾ അങ്ങോട്ട് നല്ല ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇച്ചിരി നേരം വെക്കുമ്പോഴത്തേക്ക് അത് നേരെയായി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഋതുവാണെങ്കിൽ ഇത്തിരി നേരം സമാധാനത്തോടെ ഇരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ജോലികൾ പെട്ടെന്ന് ഒതുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അച്ഛൻ. അപ്പോൾ നമുക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ കരുതി. സാമ്പാറിന് സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. അമ്മ ഇപ്പം ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ അല്ലേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ പച്ചക്കറി സാധനങ്ങളൊന്നും വാങ്ങിച്ചും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉരുളൻകിഴങ്ങും തക്കാളിയും പിന്നെ സവോളയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഒരു ഉരുളൻകിഴങ്ങും ഒരു സവോളയും പിന്നെ തക്കാളിയും കൂടി ഇട്ട് സാമ്പാറിന് അത് മതി കേട്ടോ. അത് വെച്ച് തന്നെ നമുക്ക് ധാരാളമാണ് സാമ്പാർ. പിന്നെ മറ്റേ സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് ഭയങ്കര കനമുള്ളതാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേവണം. അതുകൊണ്ട് ഞാൻ ആദ്യം അത് കുക്കറിനകത്താക്കി വേവാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ദോശക്കുള്ള മാവും കൂടെ കലക്കി ദോശയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെന്ത് കിട്ടും. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട്. രാത്രിയിൽ നല്ല മഴയാണ് കേട്ടോ. ഇത്തിരി കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും പറിക്കണമെങ്കിൽ ഇനി വെളിയിൽ പോകണം. അപ്പോൾ ഇനി അതെങ്ങനെ ഞാൻ പറിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴയൊന്ന് തോരുമ്പോഴത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാറിന് ഉള്ള കഷ്ണങ്ങളും കൂടെ ഇനി അതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 2 വാടി ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു മുളക്. അതും കൂടെ ഞാൻ പിന്നെ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അടുപ്പത്ത് ഒന്നും കൂടെ അടിക്കാൻ വേണ്ടി വെച്ചു. മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തുള്ളി മുറിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത്. പെട്ടെന്ന് ചടപടയിൽ പിന്നെയും മഴ തുടങ്ങി കേട്ടോ. പിന്നെ ഋതുവിനെ ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുവച്ചിരുന്ന പാള എടുത്തുകൊണ്ടാട്ടോ പോയത്. അതുകൊണ്ട് തല നനഞ്ഞില്ല, പക്ഷെ മേലത്തൊക്കെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ചൂടല്ലേ, ഇച്ചിരി വെള്ളം വീണാലും എന്തായാലേ. അങ്ങനെ ഋതുവിന് വേണ്ടിയിട്ട് ഏത്തയ്ക്ക പുഴുങ്ങാനും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല കേട്ടോ. ഇതിനകത്താണെങ്കിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ എത്രത്തോളം സാധനങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് അത് വിടർത്തി വെക്കാം. ഞാൻ ഋതുവിന് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. റേറ്റും കുറവാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ സാമ്പാറിനുള്ള കടുവും കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ല. ഒറ്റ മനുഷ്യരൊന്നും തിരക്കിയില്ല. എന്തെങ്കിലും വയ്യായികയാണുണ്ടോ, എന്ത് പറ്റി ചേച്ചിന്ന് പോലും തിരക്കിയില്ല. നേരത്തേക്ക് ആണെങ്കിലേ ഒരു 2-3 ദിവസം വീഡിയോസ് ഇടാതിരുന്നാൽ തന്നെ തിരക്കാറുണ്ട്. എന്ത് പറ്റി ചേച്ചി, എന്തെങ്കിലും വയ്യായിക ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ ഒറ്റ മനുഷ്യർ ഈ പ്രാവശ്യം തിരക്കില്ല. ഒരാഴ്ചയായി ഞാൻ വീഡിയോസ് ഇടാതിരുന്നിട്ട്. നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഞാൻ പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എനിക്ക് പല്ലുവേദനയായിരുന്നു. പല്ലുവേദന എന്ന് വെച്ചാൽ എനിക്ക് പല്ല് എടുത്തിട്ടുണ്ടായിരുന്നു, അണപ്പല്ല്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതൊക്കെയോ പല്ലുകൾക്ക് വേദനയായിട്ട് ഇരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും വേദനയുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോസൊന്നും ഇടാതെ ഇരുന്നത്. അങ്ങനെ കുഞ്ഞനും അച്ഛനും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ നിന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.